ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് ജാവാസ്ക്രിപ്റ്റിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. തിയറി സൈഡും നോക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ അത് പ്രാക്ടിക്കലി എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള ഡെമോ ക്ലാസ്സും കൂടെയാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എക്സാമിൽ ചോദിക്കുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ സ്കിപ്പ് ചെയ്യാതെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പഠിക്കുക. ഈ ഒരു ഭാഗത്തു നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിനകത്തെ പോപ്പപ്പ് ബോക്സ് എന്നാണ്. പോപ്പപ്പ് ബോക്സ് എന്ന് പറയുമ്പോൾ ഓർക്ക് നമ്മളുടെ പോപ്കോൺ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഓർക്ക് നമ്മൾ വെച്ചിരിക്കുന്നത് ബൾബ് ചെയ്ത് വരുന്നത് പോലെ. അപ്പം അത് തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് വരുന്ന ബോക്സസിനെയാണ് ജനറലി പോപ്പപ്പ് ബോക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു അതർ നെയിം ആണ് ഡയലോഗ് ബോക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയലോഗ് ബോക്സ്. പോപ്പപ്പ് ബോക്സിന്റെ വേറൊരു പേരാണ് ഡയലോഗ് ബോക്സ്. അതുപോലെ തന്നെ വേറെ പേരാണ് മോഡൽ വിൻഡോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പോപ്പപ്പ് ബോക്സിനെ കുറിച്ചാണ്. ഓക്കെ ദെൻ പോപ്പപ്പ് ബോക്സിന്റെ വേറെ പേരുകൾ, അതർ നെയിംസ് നമുക്ക് ആദ്യം പഠിക്കാം. ഒന്നാമത്തെ അതർ നെയിം ആണ് ഡയലോഗ് ബോക്സ്. ജാവാസ്ക്രിപ്റ്റിനകത്തെ ഡയലോഗ് ബോക്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മോഡൽ വിൻഡോ. മോഡലിന്റെ സ്പെല്ലിംഗ് നോക്കണം, ഇങ്ങനെ തന്നെയാണ്, മോഡൽ വിൻഡോ. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെക്കുക. പോപ്പപ്പ് ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യുന്ന സമയത്തോ പെട്ടെന്ന് ബൾജായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ഡയലോഗ് ബോക്സസിനെയാണ് പോപ്പപ്പ് ബോക്സ് എന്ന് പറയുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള എലമെന്റിനെയാണ് നമ്മൾ പോപ്പപ്പ് ബോക്സ് എന്ന് പറയുക. പോപ്പപ്പ് ബോക്സിന്റെ വേറെ പേരാണ് ഡയലോഗ് ബോക്സ്, അതുപോലെ തന്നെ മോഡൽ വിൻഡോ. ഓക്കെ, നോക്കുക. These are model windows used to notify or warn the user or to get input from the user. നമ്മളിപ്പോൾ ജാവാസ്ക്രിപ്റ്റിനകത്തെ കാര്യമാണ് പറയുന്നത്. പോപ്പപ്പ് ബോക്സസ് എന്ന് പറയുന്നത് മോഡൽ വിൻഡോസ് ആണ്. മോഡൽ വിൻഡോസ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. പോപ്പപ്പ് ബോക്സ് എന്ന് പറയുന്നത് മോഡൽ വിൻഡോസ് ആണ്. ആൻഡ് വിച്ച് ഇസ് യൂസ്ഡ് ടു നോട്ടിഫൈ ഓർ വാൺ ദ യൂസർ. യൂസറിനെ നോട്ടിഫിക്കേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ യൂസറിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെന്റിനെ കുറിച്ച് വാൺ ചെയ്യുന്നതിനോ അല്ലാന്നുണ്ടെങ്കിൽ യൂസറിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എലമെന്റിനെയാണ് പോപ്പപ്പ് ബോക്സ് അഥവാ ഡയലോഗ് ബോക്സ് അഥവാ മോഡൽ വിൻഡോ എന്ന് പറയുന്നത്. So, pop-up boxes are used to notify or warn the user or to get input from the user എന്നുള്ള ഈ ഒരു സെന്റൻസ് ഇവിടം മുതൽ ഇവിടം വരെയാണ് അതിന്റെ പർപ്പസ്. അപ്പോൾ പോപ്പപ്പ് ബോക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസറിന് ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ യൂസറിനെ വാൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതും അല്ലാന്നുണ്ടെങ്കിൽ യൂസറിൽ നിന്നും എന്തെങ്കിലും ഇൻപുട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ ആണ് ജാവാസ്ക്രിപ്റ്റിനകത്ത് പോപ്പപ്പ് ബോക്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പപ്പ് ബോക്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ പോപ്പപ്പ് ബോക്സ് ക്ലോസ് ചെയ്യാതെ ആ ഒരു സ്ക്രീനിനകത്തെ മറ്റൊരു കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇതൊരു മാൻഡേറ്ററി മോഡിലാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമ്മൾ അത് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമാണ് അത് പിന്നീട് നമുക്ക് അതിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പോപ്പപ്പ് ബോക്സിനെ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. So, pop-up boxes are model window used to notify or warn the user or to get input from the user എന്നുള്ള ഫസ്റ്റ് ലൈൻ ആണ് അതിന്റെ പർപ്പസ്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു? ഇറ്റ് പ്രിവെന്റ് ദ യൂസർ ഫ്രം ആക്സസിങ് അതർ ആസ്പെക്ട് ഓഫ് എ പ്രോഗ്രാം until the pop-up is closed. പോപ്പപ്പ് ക്ലോസ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കും. നമുക്ക് പ്രാക്ടിക്കൽ സൈഡിൽ അത് കാണാം. ഓക്കെ, ഇനി അടുത്തതാണ് മോഡൽ വിൻഡോ എന്നുള്ള ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇറ്റ് ഇസ് എ വെബ് പേജ് എലമെന്റ് ദാറ്റ് ഡിസ്പ്ലേ ഇൻ ഫ്രണ്ട് ഓഫ് ആൻഡ് ഡിആക്ടിവേറ്റ് ഓൾ അതർ പേജ് കണ്ടന്റ്. മോഡൽ വിൻഡോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വെബ് പേജ് എലമെന്റ് ആണ്. ആൻഡ് അതിന്റെ പ്രത്യേകത എന്താ? അത് പേജ് കണ്ടന്റിനെ, നമ്മുടെ ഒരു മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റ് ഉണ്ടാവും,
ആ മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റിന് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുക. ആൻഡ് ഇത് ഡിസ്പ്ലേ ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഭാഗങ്ങളെയും എന്ത് ചെയ്യാണ്, ഡീആക്ടിവേറ്റ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെന്റൻസ് തന്നെയാണ്. ഇനി നമ്മൾ മെയിൻ കണ്ടന്റിലേക്ക് തിരികെ വരണമെന്നുണ്ടെങ്കിൽ ഈ മോഡൽ വിൻഡോയ്ക്കകത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. To return the main content, the user must engage with the model by completing an action. നമ്മൾ അതിനകത്ത് എന്താണോ ഒരു ടാസ്ക് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്തു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ക്യാൻസൽ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ മെയിൻ എലമെന്റിലോട്ട്, മെയിൻ പേജ് കണ്ടന്റിലേക്ക് നമുക്ക് തിരികെ വരാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിനകത്ത് 3 തരത്തിലുള്ള പോപ്പപ്പ് ബോക്സ് ഉണ്ട്. അപ്പോൾ എന്താണ് പോപ്പപ്പ്, ലാസ്റ്റ് ഞാനത് പറയാം. ഓക്കെ, അപ്പൊ ജാവാസ്ക്രിപ്റ്റിനകത്ത് 3 തരത്തിലുള്ള പോപ്പപ്പ് ബോക്സസ് ഉണ്ട്. അതിന്റെ പേരാണ് അലേർട്ട് ബോക്സ്, കൺഫേം ബോക്സ്, പ്രോംപ്റ്റ് ബോക്സ്. 3 പോപ്പപ്പ് ബോക്സ് ആണുള്ളത്. അലേർട്ട് ബോക്സ്, കൺഫേം ബോക്സ്, പ്രോംപ്റ്റ് ബോക്സ്. ഓരോന്ന് എന്തിനാന്നുള്ളത് നോക്കാം. അലേർട്ട് ബോക്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ഓഫൻ യൂസ്ഡ് ടു മേക്ക് ഷുവർ ഇൻഫർമേഷൻ കംസ് ത്രൂ ദി യൂസർ. നമ്മളുടെ യൂസറിൽ നിന്ന് വന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഓക്കെ ആണോ, കറക്റ്റ് ആണോ എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലേർട്ട് ബോക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ആ ഒരു അലേർട്ട് ബോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓക്കെ എന്ന് പറയുന്ന ഒരു ബട്ടൺ മാത്രമാണ് പ്രൊസീഡിന് വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ, വേറെ ബട്ടൺസ് ഉണ്ടാവില്ല. ഇത് ഒരു യൂസറിന് കൊടുക്കുന്ന വാർണിംഗ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആണ്. വാർണിംഗ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ യൂസറിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലേർട്ട് ബോക്സസ് ഉപയോഗിക്കുന്നത്. സോ ജാവാസ്ക്രിപ്റ്റിനകത്ത് 3 തരത്തിലുള്ള അലേർട്ട് ബോക്സ് 3 തരത്തിലുള്ള പോപ്പപ്പ് ബോക്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അലേർട്ട് ബോക്സ്. യൂസറിന് വാർണിംഗ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലേർട്ട് ബോക്സ് ഉപയോഗിക്കുക. മെയിൻ പേജിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു ബട്ടൺ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതായത് യൂസറിൽ നിന്ന് വന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഓക്കെ ആണോ എന്ന്, പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അലേർട്ട് ബോക്സ്. എങ്ങനെയാണ് എഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലേർട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഡബിൾ കോട്ട്സ് എഴുതുന്നു, ഇവിടെ നമ്മൾ ടെക്സ്റ്റ് എഴുതുന്നു, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ദെൻ സെമികോളൻ എഴുതുന്നു. ഇങ്ങനെയാണ് നമ്മൾ അലേർട്ട് എന്നുള്ളത് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അലേർട്ട് ബോക്സ്. അടുത്തതാണ് കൺഫേം ബോക്സ്. ആ പേരിൽ നിന്ന് തന്നെ പഠിക്കാം. കൺഫേം ബോക്സ് എന്ന് പറയുന്നത് ഒരു കൺഫർമേഷൻ മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ചില വെബ് പേജ് ഒക്കെ എടുക്കുന്നതിന് കണ്ടിട്ടുണ്ടാവും, ഡു യു വിഷ് ടു കണ്ടിന്യൂ എന്നുള്ള രീതിയിൽ കണ്ടു കാണും. അപ്പൊ അതേ രീതിയിൽ കൊടുക്കുന്നതിനൊക്കെയാണ് കൺഫേം ബോക്സ് ഉപയോഗിക്കുന്നത്. So a confirm box is often used if the user have to verify or accept something. അപ്പോൾ എന്തെങ്കിലും യൂസർ വെരിഫൈ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് യൂസറിന്റെ കയ്യിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിലാണ് കൺഫേം ചെയ്യിക്കുക എന്നുള്ളതാണ് കൺഫേം ബോക്സ് ചെയ്യുന്നത്. When a confirm box pop up, the user will click either OK or cancel. നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. OK എന്ന് പറയുന്നത് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻസൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഫംഗ്ഷന്റെ കൂടെയും അതുപോലെ തന്നെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെയൊക്കെയാണ് കൺഫേം ബോക്സ് ഉപയോഗിക്കുക. അതായത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ക്യാൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് എന്നാണ് അർത്ഥം. സോ ഫംഗ്ഷന്റെ കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ എന്നാണ് പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എനേബിൾ ആക്കി വരണം. ക്യാൻസൽ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എന്താണോ നമ്മൾ എഴുതി കൊടുത്തത് അത് കാണിക്കണം. അതേപോലെ തന്നെയാണ് ഇഫ് എൽസിന്റെ കൂടെ വരുന്ന സമയത്ത് നമ്മൾ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ പറയും നമ്മൾ VAR എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, എന്നിട്ട് കൊടുക്കും ഇഫ് ഇത് നമ്മൾ പ്രസ് ചെയ്തത് ഓക്കെ എന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം എടുക്കണം. ഇഫ് നമ്മൾ പ്രസ് ചെയ്തത് ക്യാൻസൽ എന്നാണെങ്കിൽ, ഇഫ് നോട്ട് ഈക്വൽ ടു ട്രൂ എന്നാണെങ്കിൽ, ട്രൂ അല്ല മീൻസ് ക്യാൻസൽ ആണ് കൊടുത്തേക്കണെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം വരണം എന്നുള്ളത് എൽസിനകത്തും കൊടുത്തിട്ടുണ്ടാവണം. ആ രീതിയിലും നമുക്ക് എഴുതി കൊടുക്കാം. അതാണ് കൺഫേം ബോക്സ്. എവിടെയാ ഉപയോഗിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻസിന്റെ കൂടെ, അതുപോലെ തന്നെ നമുക്ക് ഇഫ് എൽസ് ഇഫിന്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. യൂസറിൽ നിന്നും ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു യൂസറിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻസ് ഒക്കെയാണ് കൺഫേം ബോക്സ് വഴി കിട്ടുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കൺഫർമേഷൻ സിൻടാക്സ് എന്ന് പറയുന്നത് കൺഫേം എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്തു, ടെക്സ്റ്റ് എഴുതി, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ആൻഡ് നമ്മൾ
സെമിക്കോളൻ ഇട്ടു. ഇതാണ് കൺഫേമിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സിൻടാക്സ്. നമുക്കിത് ഇഫിന്റെ കൂടെ എഴുതുന്ന സമയത്ത് നമ്മൾ കൺഫേം എന്നൊക്കെ ആദ്യമേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. ഇഫ് നമ്മൾ കൺഫേം ഈക്വൽ ടു ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. എൽസ് എന്താണ് അടുത്ത കാര്യം ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളത്. ആ രീതിയിലാണ് ഇഫ് എൽസിനകത്ത് വരിക. ഏതെങ്കിലും ഒരു ഫംഗ്ഷനെയൊക്കെയാണ് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസിന്റെ കൂടെയും കൺഫേം ബോക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞേക്കണേ. ഓക്കെ എന്നാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ട്രൂ എന്നാണ് അർത്ഥം. ക്യാൻസൽ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഫോൾസ് എന്നുള്ളതാണ് ഇൻപുട്ട് ജാവാസ്ക്രിപ്റ്റ് നോക്കുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് പോപ്പപ്പ് ബോക്സ് ആണ് പ്രോംപ്റ്റ് ബോക്സ്. അതായത് ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ ടു ടേക്ക് ഇൻപുട്ട് ഫ്രം ദി യൂസർ. യൂസറിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഇൻപുട്ട് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് സ്വീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോംപ്റ്റ് ബോക്സ് വഴിയാണ്. അപ്പോൾ പ്രോംപ്റ്റ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത് ഡബിൾ കോഡ്സിനകത്ത് സ്ട്രിങ് കൊടുക്കുന്നതാണ്. ഇവിടെ വേരിയബിളോ അറേ ഒക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സിൻടാക്സ് ആണ് പ്രോംപ്റ്റിന് വരുന്നത് കേട്ടോ. അപ്പൊ വേരിയബിൾ ആകാം, അറേ ആകാം. അപ്പൊ എന്തായാലും എന്തിനെങ്കിലും ഒരെണ്ണത്തിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ ഇൻപുട്ട് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. var name is equal to prompt ഓപ്പൺ ചെയ്തു. enter your name എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് വെക്കാം. ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. ഇപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണം. അപ്പൊ പ്രോംപ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു വേരിയബിൾ സ്റ്റോർ, ഒരു കണ്ടെയ്നർ എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളത് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയും ചോദിക്കാം. LHSലും RHSലും എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാം. പ്രോംപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിൻടാക്സിന്റെ LHSല് എന്തായാലും ഒരു കണ്ടെയ്നർ ഉണ്ടായിരിക്കണം. അത് എന്തായിരിക്കാം? ഒന്നെങ്കിൽ വേരിയബിൾ ആകാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആകാം, അല്ലെങ്കിൽ എന്താവാം? അറേ ആവാം. ഓക്കെ, അപ്പോൾ പ്രോംപ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ട് എപ്പോഴാണ്? യൂസറിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോംപ്റ്റ് ബോക്സ് ഉപയോഗിക്കുന്നത്. പ്രോംപ്റ്റ് എന്നാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതിന് 2 ആർഗ്യുമെന്റ്സ് ആണുള്ളത്. ഒരു ടെക്സ്റ്റ് ബോക്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഡീഫോൾട്ട് സ്ട്രിങ്ങും ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഞാൻ ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇവിടുന്ന് വന്ന ചോദ്യങ്ങളും ഞാൻ പറയാം. ആദ്യത്തേത്, പോപ്പപ്പ് ബോക്സ് എന്താണ് എന്നുള്ളത് നോക്കണം. പോപ്പപ്പ് ബോക്സിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി അതിന്റെ അതർ നെയിംസ്, പോപ്പപ്പ് ബോക്സിന്റെ അതർ നെയിംസ്. ഓക്കെ, ഇനി ഹൗ മെനി ഇൻ ഡിഫറെന്റ് കൈൻഡ് ഉണ്ട്, ജാവാസ്ക്രിപ്റ്റില് എത്ര എണ്ണം ഉണ്ട്, അതിന്റെ കൂടെ പോപ്പപ്പ് ബോക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി ജാവാസ്ക്രിപ്റ്റിലെ 3 എണ്ണം എന്ന് പറയുമ്പം ആ 3 എണ്ണത്തിന്റെയും എന്താണ് ഡെഫിനിഷൻ, എന്തൊക്കെയാണ്? പോപ്പപ്പ് ബോക്സ് എന്താണ് എന്നുള്ളത് അറിയണം. ദാറ്റ് മീൻസ് ഡെഫിനിഷൻ. പിന്നെ വേണ്ടത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. പിന്നെ ജാവാസ്ക്രിപ്റ്റിനകത്ത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് പഠിക്കണം. ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ പിന്നെയുള്ളത് ഇവിടെ അതർ നെയിമും കൂടെ പഠിക്കണം. ഓക്കെ, ഇനി ജാവാസ്ക്രിപ്റ്റിനകത്തെ പോപ്പപ്പ് ബോക്സിനകത്ത് അലേർട്ട് ഉണ്ട്, അതുപോലെ കൺഫേം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രോംപ്റ്റ് ഉണ്ട്. ഇത് 3ഉം എങ്ങനെയാണ് എഴുതുന്നത്, റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ക്യാര എന്താണ്, ഇതിന്റെ യൂസേജ് എന്താണ്. ഓക്കെ, അപ്പോൾ യൂസേജ് പഠിക്കുമ്പോൾ എന്തായാലും ഡെഫിനിഷനും കൂടെ പഠിക്കും. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ട്രേഡ്സ്മാന്റെ ക്വസ്റ്റിനകത്ത് പ്രോംപ്റ്റിനെ കുറിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് യൂസറിൽ നിന്നും ഇൻപുട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പോപ്പപ്പ് ബോക്സ് എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു KWയുടെ സിലബസിനകത്ത് അവസാനം കൊടുത്തേക്കുന്ന ഭാഗങ്ങളാണെന്നുണ്ടെങ്കിലും 3 പേരാണ് കൊടുത്തേക്കുന്നത്. അലേർട്ട്, കൺഫേം ബോക്സ്, അതുപോലെ തന്നെ പ്രോംപ്റ്റ് എന്ന് ഡയറക്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് എന്തായാലും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, വരുമെന്നല്ല, വന്നു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റണം. അപ്പൊ ഇത്രയാണ് തിയററ്റിക്കൽ സൈഡിൽ നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ
പ്രാക്ടിക്കൽ സൈഡും കൂടെ നോക്കണം. അപ്പൊ ഞാനിവിടെ ഒരു എന്ത് ചെയ്തേക്കുവാണ്, ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരാം. സോ ആദ്യത്തെ ടാഗ് എന്ന് പറയുന്നത് HTML ആണ്. വെബ് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് ഹെഡ് ടാഗ് ആണ്. ഹെഡ് ടാഗ് കൺട്രോൾ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ വെബ് പേജിന് ഒരു ടൈറ്റിൽ കൊടുത്തു, പോപ്പപ്പ് ബോക്സസ് എന്നുള്ള ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തു. ടൈറ്റിൽ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് H2 രണ്ടാമത്തെ ഹെഡിങ്ങിൽ ഫോണ്ട് കളർ ഗ്രീൻ ആയിട്ട് വേണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയേക്കാണ് ഇവിടം വരെ. സോ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ ആണ് എഴുതുക. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് കോഡിന് ആദ്യം ഞാൻ കൊടുത്തേക്കുന്നത് അലേർട്ട് എന്ന് പറയുന്ന ബോക്സിനകത്ത് യു ആർ വിസിറ്റിംഗ് എജുവാലിസ് കോൺഫിഡൻഷ്യൽ കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു വാർണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. എഴുതിയേക്കുന്നത് നോക്കുക, അലേർട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ഡബിൾ കോഡ്സ് ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഡബിൾ കോഡ്സ് ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ് സെമികോളൻ. ആ ഒരു സിന്റാക്സ് കൃത്യമായിട്ട് പഠിക്കുക. അതാണ് ഒന്നാമത്തെ കണ്ടന്റ് ആയിട്ട് ഞാൻ കൊടുത്തേക്കുന്നത്. രണ്ടാമത്തേതാണ് കൺഫേം ബോക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൺഫേം എന്നാണ് കൊടുക്കേണ്ടത്. സോ കൺഫേം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഡബിൾ കോഡ്സ് ഓപ്പൺ ചെയ്തു, ടെക്സ്റ്റ് ആയിട്ട് എഴുതി ഡു യു വിഷ് ടു കണ്ടിന്യൂ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ. അപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്വിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ രണ്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്, ഓക്കെ ക്യാൻസൽ എന്ന് പറയുന്ന രണ്ടെണ്ണം അവിടെ ഉണ്ടാവും. സോ അത് ഇങ്ങനെയാണ് എഴുതുക. ഇനി ഞാൻ പറഞ്ഞു യൂസറിൽ നിന്ന് ഇൻപുട്ട് കിട്ടുന്നതാണ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കണം. പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിന്റെ LHS സൈഡില് ലെഫ്റ്റ് സൈഡില് എപ്പോഴും ഒരു കണ്ടെയ്നർ ഉണ്ടായിരിക്കണം. അത് വേരിയബിൾ ആവാം, കോൺസ്റ്റന്റ് ആകാം, അറേ ആവാം. ഓക്കെ, അപ്പം var നെയിം, ഒരു നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. ആ ഡിക്ലെയർ ചെയ്ത വേരിയബിളിലേക്ക് ഈ പറയുന്ന കാര്യം അസൈൻ ചെയ്തേക്കുവാണ്. സോ എന്താ എഴുതിയേക്കണേ, പ്രോംപ്റ്റ് ഡബിൾ കോഡ്സിനകത്ത് എന്ത് ചെയ്തേക്കണം, എൻ്റർ യുവർ നെയിം ഹിയർ. അപ്പൊ നെയിം എഴുതാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള നെയിം എന്ത് ചെയ്യും, ഈ നെയിം എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഇനി ഞാനിവിടെ ഔട്ട്പുട്ട് ഡിക്ലറേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഇത് ഇൻപുട്ട് ഡിക്ലറേഷൻ ആണ്, ഇത് ഔട്ട്പുട്ട് ഡിക്ലറേഷൻ ആണ്. അതായത് നമ്മുടെ വെബ് പേജിനകത്ത് എന്തെങ്കിലും ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. സോ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഹായ് എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു പ്രോംപ്റ്റ് വഴി സ്വീകരിച്ചിട്ടുള്ള നെയിമും കൂടെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കണേ. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ബാക്കി കുറച്ച് കണ്ടന്റുകളും കൂടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത് എന്ത് ചെയ്യാം, ഒന്ന് റണ്ണ് ചെയ്ത് നോക്കാം. ഓക്കെ, റണ്ണ് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടോ, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സ്ക്രീനിന്റെ ബോഡി കളർ നോക്കിയേ. ബോഡി കളർ എന്താണ്, ലാവൻഡർ കളറാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയ സമയത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. യൂസറിന് ഒരു വാർണിംഗ് സിമ്പിൾ ആയിട്ടാണ് ഞാൻ ആദ്യം എന്ത് കൊടുത്തേക്കുന്നത്, അലേർട്ട് കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പോപ്പപ്പ് ബോക്സ് എന്നുള്ളത് ക്യാപ്ഷൻ ആയിട്ട്, വെബ് പേജിന്റെ ക്യാപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ക്യാപ്ഷൻ എവിടെയാണ് കാണുന്നത്, ലെഫ്റ്റ് എൻഡിലാണ് എന്നുള്ളത്. ലെഫ്റ്റ് ടോപ്പ് കോർണർ സൈഡിലായിട്ടാണ് ക്യാപ്ഷൻ അഥവാ ടൈറ്റിൽ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം കേട്ടോ. അങ്ങനെയൊക്കെ പഠിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അപ്പോൾ പോപ്പപ്പ് ബോക്സസ് നമ്മൾ ടൈറ്റിലിൽ കൊടുത്തത് എവിടെയാണ് കാണിക്കണേ നോക്കിയേ, ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ക്യാപ്ഷൻ എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എന്ത് ചെയ്തേക്കാണ്, ഈ അലേർട്ട് എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അലേർട്ട് യു ആർ വിസിറ്റിംഗ് എജുവാലിസ് കോൺഫിഡൻഷ്യൽ കണ്ടന്റ് എന്നുള്ളതാണ് കണ്ടേക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓക്കെ എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമാണ് അലേർട്ട് ബോക്സിനകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എജുവാലിയുടെ കണ്ടന്റ് വിസിറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വാർണിംഗ് നിങ്ങൾക്ക് തന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്കെ പ്രസ് ചെയ്തു. അപ്പൊ നോക്കിയേ, അടുത്ത വാർണിംഗ്, അടുത്തത് എന്താ കൊടുത്തേക്കണേ, കൺഫേം ബോക്സ് ആണ്. ഡു യു വിഷ് ടു കണ്ടിന്യൂ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ നിന്ന് പുറത്തു വരാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതവിടെ കൊടുത്തിട്ടില്ല, ഒത്തിരി ലാർജ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് പുറത്തോട്ട് വരണം, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഉണ്ടാവുക. അപ്പോ കൺഫേം ബോക്സിനകത്ത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള രണ്ട് ബട്ടൺസ് ഉണ്ടാവും, ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടനും ക്യാൻസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടനും. അപ്പൊ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. അപ്പൊ നോക്കിയേ, അടുത്തത് വന്നേക്കുന്നത് ആരാ, പ്രോംപ്റ്റ് ആണ്.
ഇതാണ് വന്നേക്കുന്നത്. ഓക്കെ, എൻറ്റർ യുവർ നെയിം ഹിയർ. ഇവിടെ നമ്മൾ പഠിച്ചു, നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു ലേബലും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഡീഫോൾട്ട് സ്ട്രിങ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ ഇതാണ് നമുക്ക് എഴുതി കൊടുക്കാനുള്ള പ്ലേസ്. ദെൻ ഇതാണ് നമ്മളുടെ ലേബൽ. ഓക്കെ, ഇവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനെ നമ്മൾ ലേബൽ എന്നാണ് പറയുക. ഇത് നമ്മൾ ഇൻപുട്ട് കൊടുക്കാനുള്ള ഭാഗമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തേക്കാണ്, എൻ്റെ പേര് ഇവിടെ എഴുതി കൊടുത്തു. ഓക്കെ, ഹൃദ്യ എന്ന് എഴുതി കൊടുത്തു. ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇപ്പോഴാണ് നമ്മുടെ വെബ് പേജ് നമുക്ക് വിസിബിൾ ആയത്. കണ്ടോ? അപ്പൊ ഇവിടെ കണ്ടോ, ഹായ് ഹൃദ്യ. ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയത് കണ്ടോ? ഹായ് പ്ലസ് നെയിം എന്നാണ് കൊടുത്തത്. നെയിം നമ്മൾ ഹൃദ്യ എന്ന് കൊടുത്തു. സോ ഇവിടെ ഹായ് ഹൃദ്യ എന്ന് വന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ അലേർട്ട് ബോക്സിന്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, കൺഫേം ബോക്സിന്റെ എക്സാമ്പിൾ കാണിച്ചു, പ്രോംപ്റ്റ് ബോക്സിന്റെ എക്സാമ്പിൾ കാണിച്ചു. ഒന്നും കൂടെ നമുക്ക് നോക്കാം. നോക്കിയേ, പോപ്പപ്പ് ഡോട്ട് HTML. ഓക്കെ കൊടുത്തു. ഡു യു വിഷ് ടു കണ്ടിന്യൂ? ഓക്കെ കൊടുത്തു. പേര് ഞാൻ അനു എന്ന് കൊടുക്കുകയാണ്. നോക്കിയേ, അനു. ഓക്കെ കൊടുത്തു. കണ്ടോ? ഹായ് അനു. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷനും കൂടെ കൊടുത്തത്. സോ ഞാൻ ഇന്നെടുത്ത ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. സിമ്പിളാക്കി കളയരുത്. ഇവിടുന്ന് ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. ഇതിനപ്പുറത്തേക്ക് ഇവിടുന്ന് ഒന്നും പഠിക്കാനില്ല. സോ വി ആർ അറ്റ് ദ എൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫൈൻ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.